Hi friends, welcome to my YouTube channel. കഴിഞ്ഞ മന്ത് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ UK ഒരു വീട് സ്വന്തമാക്കിയെന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചു UK വീട് വാങ്ങാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം അത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണെങ്കിൽ എന്ന് കരുതി ഞാൻ ഓർത്തു ഞങ്ങൾ എന്തൊക്കെ പ്രോസസ്സ് കൂടെയാണ് കടന്നു പോയത് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് കരുതി. അടുത്തതായിട്ടുള്ള കാര്യമാണ് ബഡ്ജറ്റ് എന്നുള്ളത്. അതായത് എത്ര വിലയുള്ള വീടാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് എത്ര വീട് വാങ്ങി എത്രത്തോളം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിനകത്ത് തന്നെ വരുന്നൊരു കാര്യമാണ് ഡിപ്പോസിറ്റ് എമൗണ്ട്. അതായത് എത്ര പെർസെൻറ്റേജ് ഡിപ്പോസിറ്റ് ആണ് നിങ്ങൾ ആ വീടിന് വേണ്ടി ഇടുന്നത് എന്നുള്ള കാര്യം. ഇപ്പം ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് 1%, 5% ഒക്കെ വീട് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങൾ 10% ഡിപ്പോസിറ്റാണ് ഞങ്ങൾ വീട് വാങ്ങിയപ്പോഴത്തേക്കിനും അതിലേക്ക് ഇട്ടത്. മുമ്പേ ഞാൻ പറഞ്ഞു നമ്മൾക്ക് അതായത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് എത്ര വിലയുള്ള വീട് വരെ വാങ്ങാൻ പറ്റും എന്നുള്ളത്. അതൊരു പക്ഷേ പലർക്കും അറിയില്ലായിരിക്കുമല്ലോ നമുക്ക് എത്ര വിലയുള്ള വീട് വാങ്ങാം എന്നുള്ളത്. സോ അവിടെയാണ് നമ്മുടെ മോർഗേജ് അഡ്വൈസേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്. അതായത് നല്ലൊരു മോർഗേജ് അഡ്വൈസിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കിനും അവർ നമ്മൾക്ക് ഒരു ഡിപ്പ് എടുത്തു തരും. അതായത് നല്ലൊരു ബാങ്കിൽ നിന്ന് ഒരു പ്രിൻസിപ്പൽ അഗ്രിമെൻ്റ് എടുത്തു തരും. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് നമ്മൾക്ക് എത്ര വിലയുള്ള വീട് നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ സെർച്ച് തുടങ്ങേണ്ടത്. മോർഗേജ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, അതായത് നിങ്ങളുടെ സ്വപ്നം കണ്ട് തുടങ്ങിയിലേക്ക് നമ്മളൊരു വീട് വാങ്ങാൻ പോകുന്നു എന്നൊരു സ്വപ്നം നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതായത് മോർഗേജ് ഒരു അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് നിങ്ങൾ ഹസ്ബൻഡും വൈഫും നമ്മളൊരു വീട് വാങ്ങുമ്പോൾ ഒരു ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പേരിലായിരിക്കും നമ്മൾ വീട് വാങ്ങുന്നത്. അപ്പം ഈ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും സാലറീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ആ ഒരു അഫോർഡബിലിറ്റി വരുന്നത്. അപ്പോൾ അതിനകത്തൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ എക്സ്പെൻസ്. അതായത് നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയ ബൾക്ക് പർച്ചേസുകളൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10,000 ഒരു 15,000 കാറൊക്കെ നിങ്ങൾ EMIക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബൾക്ക് പർച്ചേസുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് യൂസ് ചെയ്ത് ആ ഒരു മിനിമം ലെവലിൽ I think 25% മാത്രം യൂസ് ചെയ്ത് അതായത് നല്ലൊരു ഗുഡ് ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അത് രണ്ടുപേരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ക്രെഡിറ്റ് കാർഡ് എടുത്ത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് 25% നിർത്താൻ ശ്രമിക്കുക. അതുപോലെ ബൾക്ക് പർച്ചേസുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും രജിസ്റ്റർ ടു വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു മോർഗേജ് അഡ്വൈസേഴ്സിനൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മെയിനായിട്ട് അവർ ലാസ്റ്റ് 3 month ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും 3 months സാലറിയാണ് അവർ കൂടുതലും നിങ്ങളോട് ചോദിക്കുന്നത്. ബട്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു ലാസ്റ്റ് 6 month മുതൽ നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നതായിരിക്കും നല്ലത്. സോ ലാസ്റ്റ് 6 monthലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ സാലറി സ്ലിപ്പും, അതുപോലെ തന്നെ ഈ അഫോർഡബിലിറ്റി കൂട്ടാനായിട്ടൊരു വലിയൊരു എളുപ്പവഴി കൂടിയാണ് നിങ്ങൾക്ക് ബാങ്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുക. അതായത് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഡ്യൂട്ടി ട്രൈ ചെയ്യുക. അതായത് ഈ പറയുന്ന രണ്ടുപേരും ആഴ്ചയിൽ ഒരു എക്സ്ട്രാ ഡ്യൂട്ടി എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ അഫോർഡബിലിറ്റി നിങ്ങൾക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്തൊരു വലിയ റോള് ഡീൽ ചെയ്യുന്ന ഒരാളാണ് ഈ മോർഗേജ് അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത്. അല്ലേ, ഇപ്പോൾ ഒരുപാട് മോർഗേജ് അഡ്വൈസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മലയാളികളും മോർഗേജ് അഡ്വൈസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ ആരെയാണ് അപ്രോച്ച് ചെയ്തതെന്നുള്ളത്. സോ എൻ്റെ മോർഗേജ് അഡ്വൈസറിൻ്റെ പേരാണ് മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചി കേംബ്രിഡ്ജിലാണ്. ചേച്ചിയാണ് എനിക്ക് എല്ലാ അഡ്വൈസും പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ടു. കാരണം ചേച്ചി ഭയങ്കര അപ്രോച്ചബിൾ ആയിരുന്നു, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ ഓരോ തവണയും ചോദിക്കുമ്പോഴും ചേച്ചി വളരെ എന്താ പറയുക കൃത്യമായ ഒരു മറുപടി ആയിരുന്നു. എപ്പോൾ ഫോൺ എടുത്താലും ചേച്ചി അറ്റൻഡ് ചെയ്യും. ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചേച്ചി എനിക്കത് മെസ്സേജ് ചെയ്യും. സോ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു മഞ്ജു ചേച്ചി. സോ ഞാൻ 100% നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ആരെങ്കിലും വീട് വാങ്ങിക്കാൻ ഒരു നല്ലൊരു മോർഗേജ് അഡ്വൈസേഴ്സിനെ നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ജു ചേച്ചീനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ചേച്ചി വളരെ ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു ചേച്ചിയുടെ ആ ഒരു സർവീസിൽ. സോ ഇനി മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ മോർഗേജ് അഡ്വൈസേഴ്സിനെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പം അവർ ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മളുടെ കറൻറ്റ് അഡ്രസ്സ്, അതായത് നമ്മളിപ്പോൾ റെൻറ്റിലായിരിക്കുമല്ലോ നമ്മൾ താമസിക്കുന്നത്. സോ ആ ഒരു കറൻറ്റ് അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ യൂട്ടിലിറ്റി ബില്ല്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ കൗൺസിൽ ടാക്സ്, അതായത് നമ്മുടെ ആ ഒരു അഡ്രസ്സിൻ്റെ പ്രൂഫാണ്. അതായത് അഡ്രസ്സ്
അഡ്രസ് പ്രൂഫുള്ള ഏതെങ്കിലും 2 ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് 3 മന്ത്സ് നമ്മളുടെ സാലറി സ്ലിപ്പ്, അതായത് 2 പേരുടെയും ഹസ്ബൻഡിൻ്റെതും വൈഫിൻ്റെതും ലാസ്റ്റ് 3 മന്ത്സ് സാലറി സ്ലിപ്പ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. രണ്ടും, അതായത് മന്ത്ലി സാലറി പ്ലസ് നമ്മുടെ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്ത സാലറി സ്ലിപ്പ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ വേണ്ടത് നമ്മുടെ BRP കാർഡാണ്, നമ്മുടെ വിസ കാർഡ്. 2 പേരുടെയും വിസ കാർഡ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി. അഡ്വൈസർ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ അവർക്ക് സെൻഡ് ചെയ്തതിന് ശേഷം അവർ സെർച്ച് ചെയ്ത് നമ്മുടെ അഫോർഡബിലിറ്റി പറയും, അതായത് എത്ര വരെയുള്ള വീട് നമുക്ക് വാങ്ങാൻ സാധിക്കുമെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ഒരു ഡിപ്പ് നമുക്ക് എടുത്തു തരും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം പിന്നെ നിങ്ങൾ വീട് സെർച്ച് ചെയ്യാൻ തുടങ്ങേണ്ടത്. വീട് സെർച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ പലർക്കും പല ചോയ്സാണ്. അപ്പം ആ ചോയ്സിനകത്ത് ചിലവർക്ക് പഴയ വീടുകളോടായിരിക്കും താല്പര്യം, ചിലർക്ക് പുതിയ വീടുകളോടായിരിക്കും താല്പര്യം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് അനുസരിച്ച് നിങ്ങൾ വീട് സെർച്ച് ചെയ്ത് വീട് സെർച്ച് ചെയ്യാനാണെങ്കിലും പല സൈറ്റുകൾ അവൈലബിൾ ആണ്. പലർക്കൊക്കെ അറിയാം, നമ്മുടെ യുവർ മൂവ്, റൈറ്റ് മൂവ്, അങ്ങനെ പല സൈറ്റുകളിൽ കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട വീട് നമ്മൾ ചൂസ് ചെയ്യുക. ഇനി വീട് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതും ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ ചോയ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ. അല്ലെങ്കിൽ ഞാനൊരു വീട് സെർച്ച് ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയിരുന്നെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം മെയിനായിട്ട് നമ്മളൊരു വീട് ചൂസ് ചെയ്യുമ്പോഴത്തേക്കിനും ആ ഏരിയ എത്രത്തോളം നല്ലതാണെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളിനി മേ ബി നമ്മൾക്ക് ചിലപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഒരു ഹോം, നമ്മളിവിടെ ആയിരിക്കും ഇനി കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ ആവാൻ പോകുന്നത്, നമ്മുടെ കിഡ്സൊക്കെ ഇനി ഇവിടെയല്ലേ വളരാൻ പോകുന്നത്. സോ ആ ഒരു ഏരിയ അപ്പം വെറുതെ ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ക്രൈംസ് ഉണ്ടോ, എന്തെങ്കിലും റീസെൻറ്റ് ക്രൈംസ് അവിടെ നടന്നിട്ടുണ്ടോ, കുട്ടികളൊക്കെ സേഫ് ആയിരിക്കുമോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും. സോ ഏരിയ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഒരു പ്രിഫറൻസ് ആയിരുന്നു, അതായത് ഹോസ്പിറ്റലിന് നിയർ ബൈ തന്നെ വേണം എനിക്ക് വീട്. കാരണം ഇറ്റ്സ് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം, ഈ പറയുന്ന ഷോപ്സ് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകൾ, റെയിൽവേ സ്റ്റേഷന്, ഈ പറയുന്ന അമ്യൂണിറ്റീസൊക്കെ അടുത്താണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതും ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കൺസേൺ ആയിരുന്നു എനിക്ക്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂള്, അതായത് എനിക്ക് 2 കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ദൂരം സ്കൂൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ അറിയാം നമ്മൾ ട്രാഫിക്കിൽ പെട്ട് ഭയങ്കര പാടായിരിക്കും നമുക്ക് സ്കൂളിൽ കുട്ടികളെ കൊണ്ടെത്തിക്കാനായിട്ട്. അതുപോലെ നല്ല ബെസ്റ്റ് സ്കൂളുകൾ അടുത്തുണ്ടോ എന്ന് ഒന്ന് സെർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര കൺസേണിങ് ആയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഫ്ലാറ്റ് ഇഷ്ടമായിരുന്നില്ല, എനിക്ക് വീട് തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഇപ്പം വീടാകുമ്പോഴത്തേക്കിനും കുട്ടികൾക്കൊരു ഗാർഡൻ സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ TV മൊബൈലും ഒക്കെ കണ്ടിങ്ങനെ അടിമയായിട്ടിരിക്കും. അപ്പോൾ ഇച്ചിരി ഗാർഡൻ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫുട്ബോൾ കളിക്കാനും അല്ലെങ്കിൽ അവർക്ക് കളിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഇച്ചിരി സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗാർഡൻ വേണം എന്നുള്ളത് എൻ്റെ ഒരു മാൻഡേറ്ററി ഫീൽഡിൽ തന്നെ ഉള്ളതായിരുന്നു. പിന്നുള്ള കാര്യമായിരുന്നു പാർക്കിങ്. പാർക്കിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഞങ്ങൾ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു റോഡ് സൈഡ് ആയിരുന്നു, ഞങ്ങൾക്ക് പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊരു കുറച്ചൊരു ചെറിയ സ്പേസിൽ മാത്രമായിരുന്നു പാർക്കിംഗ്. അപ്പോൾ ഞങ്ങൾ എപ്പോൾ പാർക്കിംഗ് ചെയ്യാൻ വന്നാലും ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടാറില്ല. സോ ഞങ്ങൾ ഇങ്ങനെ ഒരു പാർക്കിങ്ങിന് വേണ്ടി കിടന്ന് കറങ്ങേണ്ടി വരും. അപ്പോൾ അതൊരു നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കടയിലൊക്കെ പോയിട്ട് സാധനം മേടിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് ഈ സ്ട്രോളറൊക്കെ ഉന്തിക്കൊണ്ട് ഈ പാർക്കിംഗ് ഇല്ലാണ്ട് ഒത്തിരി ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പാർക്കിംഗ് വേണം എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പല വീടുകൾക്കും UK ഉള്ളവർക്കറിയാം, മിക്ക വീടുകൾക്കും ഒരു ടോയ്ലറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ 3, 4, 5 മെമ്പേഴ്സൊക്കെ ഫാമിലി അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ടോയ്ലറ്റ് എങ്കിലും മിനിമം ഉണ്ടാവണം എന്നുള്ള ഒരു കൺസേണും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞല്ലോ, അപ്പം ഓരോരുത്തരുടെയും ചോയ്സാണ് നമ്മൾ വീട് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളത്. എൻ്റെ ചോയ്സ് ആയിരുന്നു ഇതൊക്കെ. വീട് വേണം, അല്ലെങ്കിൽ ഗാർഡൻ സ്പേസ് വേണം, പാർക്കിംഗ് സ്പേസ് വേണം, ഹോസ്പിറ്റലും സ്കൂളും ഒക്കെ നിയർ ബൈ വേണം, നല്ല ഏരിയ ആയിരിക്കണം, നല്ല നെയ്ബേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ പിള്ളേർ വളർന്നു വരുമ്പോഴത്തേനും നല്ലൊരു എൻവയോൺമെൻറ്റിലായിരിക്കണം കുട്ടികൾ വളർന്നു വരുന്നത് എന്നൊക്കെയുള്ള എൻ്റെ പേഴ്സണൽ ചോയ്സ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ പല ആഗ്രഹങ്ങളായിരിക്കും കാണുന്നത്. ഇനി അതുപോലെ തന്നെ ചിലപ്പം ഈ പുതിയ ബ്രാൻഡ് ന്യൂ ഹൗസ് വാങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ചിലവരുടെ ഒരു ഇതുണ്ട്, പഴയ വീടുകളാണ് അവർ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളതുപോലെ ബിൽഡിങ്, അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ടു ഓൾഡ് ഹൗസ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് എനിക്കറിയില്ല അതിൻ്റെ കാര്യങ്ങൾ. ബട്ട് ഒത്തിരി പേര് പറയാറുണ്ട്, ഒരുപാട് കംപ്ലയിൻസുകൾ വരാറുണ്ട്. ഒരുപാട് പഴയ വീടുകളിലേക്ക് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഹീറ്റിങ്, അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിസിറ്റി, അതിൻ്റെ വാട്ടർ, അങ്ങനെ ഒരുപാട് ലീക്കേജും ഒരുപാട് മോൾഡ്, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് വരാറുണ്ട്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ ഡ്രീം ഹോം എങ്ങനെയാണ്
വീടാണെന്നുള്ളത്. അപ്പോൾ ഒരു റൈറ്റ് ഹോം വരുന്നത് വരെ നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഒരു വീട് കണ്ടു, അത് ഇഷ്ടപ്പെട്ടു, എന്നാൽ നമുക്കിത് എടുത്തേക്കാം, അങ്ങനെയല്ല. കുറേ വീടുകൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതാണ് നമ്മളുടെ എന്താ പറയുക ഡ്രീം ഹൗസ്. അങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിനെ ചൂസ് ചെയ്യുക. ഇനി വീടൊക്കെ ചൂസ് ചെയ്തു, ഈ പറഞ്ഞ മോർഗേജ് അഡ്വൈസറിനെ എല്ലാം കണ്ട് എല്ലാ പേപ്പർ വർക്കുകൾ റെഡിയായി, ഇടിപ്പൊക്കെ നിങ്ങൾക്ക് കിട്ടി, നിങ്ങളൊരു വീടൊക്കെ ഇഷ്ടപ്പെട്ടു, ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും വരുന്ന അടുത്ത ഒരു എന്താ പറയുക പ്രോസസ്സാണ് നമ്മളൊരു നല്ലൊരു സോളിസിറ്ററിനെ കാണുക എന്നുള്ളത്. ഇനി ഈ സോളിസിറ്ററാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അതായത് ഒരു മോർഗേജ് അഡ്വൈസറിൻ്റെ റോളെന്ന് പറയുന്നത് നമുക്കൊരു അഡ്വൈസ് തന്നു, നമ്മളുടെ പേപ്പർ വർക്കുകളൊക്കെ സബ്മിറ്റ് ചെയ്ത് ബാങ്കിൽ നിന്ന് ഒരു അപ്രൂവൽ വാങ്ങുക എന്നുള്ളതാണ് മോർഗേജ് അഡ്വൈസേഴ്സിൻ്റെ റോള്. ഇനി അടുത്തത് ബാക്കി കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യുന്നത് ഇനി ഒരു സോളിസിറ്റർ വഴിയായിരിക്കും. നിങ്ങൾക്കറിയാം, ഒരുപാട് സോളിസിറ്റേഴ്സ് ഇപ്പോൾ മലയാളികളും വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാനും അപ്രോച്ച് ചെയ്തത് ഒരു മലയാളി സോളിസിറ്ററിനെ തന്നെയായിരുന്നു. അപ്പം അവരാണ് ബാക്കി പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ഡീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ അപ്രോച്ച് ചെയ്ത സോളിസിറ്റർ ലെജൻഡ് സോളിസിറ്റേഴ്സ്, ഐ തിങ്ക് അവർ ലണ്ടൻ ആണെന്ന് തോന്നുന്നു, അവരെയാണ് ഞാൻ അപ്രോച്ച് ചെയ്തത്. അവരും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് അവരത് മൂവ് ചെയ്ത് തന്നു. അപ്രോച്ചബിൾ സ്റ്റാഫാണ്. എസ്പെഷ്യലി മലയാളികളായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അവരെയും ഈ പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാമായിരുന്നു. അവർ ഞങ്ങൾക്ക് വളരെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ഒരു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല, കാരണം എന്താ പറയുക അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് തരും. അവർക്കും ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണം. അത് അവർ പറയുന്ന അനുസരിച്ച് നിങ്ങൾ കൃത്യമായി ചെയ്യുക. അവരവരുടെ ജോബ് കൃത്യമായി തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി ഇൻഡെപ്ത് ആയിട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ആരെങ്കിലും ഇവിടെ UK വന്നതിന് ശേഷം ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ്. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ 2 പേരുടെയും പേരിലാണ് നമ്മൾ വീടെടുക്കുന്നത്. സോ ഫ്യൂച്ചറിൽ, അതായത് എന്തെങ്കിലും ആർക്കെങ്കിലും നമ്മുടെ പാർട്ട്ണറിന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു എക്സ്ക്യൂസ് അല്ല, അല്ലെങ്കിൽ പാർട്ട്ണർ മരിച്ചുപോയി എനിക്ക് എന്താ പറയുക റിമൈനിങ് മോർഗേജ് അടയ്ക്കാൻ പറ്റില്ല എന്നുള്ളതൊരു എക്സ്ക്യൂസ് അല്ല. അപ്പം നമ്മൾക്ക് ഈ പറയുന്ന ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നമ്മൾക്ക് അത് കവർ ചെയ്ത് കിട്ടും. അങ്ങനെ സംഭവിക്കുന്നൊന്നുമല്ല, എന്നാൽ പോലും നമ്മുടെ ഒരു സേഫ്റ്റിയാണ്. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഫ്യൂച്ചറിൽ എന്താ നമുക്ക് സംഭവിക്കുന്നത്. സോ നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കേണ്ടതാണ്. ഈ പറഞ്ഞ ഇൻഷുറൻസ് ഒരുപാട് മലയാളീസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യുക. അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു ലൈഫ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ്, നമ്മളുടെ ജോബ് കവർ, അങ്ങനെ കുറേ ഇൻഷുറൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ചോയ്സാണ്, എത്ര എമൗണ്ടിൻ്റെ വേണം, ഏത് പ്രീമിയം വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. അതും ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ ഇൻഡെപ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ആധികാരികമായി പറഞ്ഞു തരാനായിട്ട് ഞാൻ ആളല്ല. അതിൻ്റെതായ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വീട് സെർച്ച് ചെയ്തപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കിയത്, ആ ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ അത് എനിക്ക് സന്തോഷം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ അനദർ വീഡിയോ. ബൈ.